പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൈസ് തിങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 5ാം ക്ലാസ് കൂട്ടുകാരുടെ 3ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ഭാഗം വർഷ ആയി എന്ന കവിതയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും 3ാമത്തെ അധ്യായത്തിലെ പേഡ് കാ ജാദു എന്ന കഹാനി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് 5 ന്യൂ സിലബസ് എന്ന പ്ലേലിസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാതെ കവിതയിലേക്ക് വരാം. വർഷ ആയി. വർഷ ആയി എന്ന കവിത എഴുതിയിരിക്കുന്നത് ബാലകൃഷ്ണ ഗർഗാണ്. പേരെന്താണ്? ബാലകൃഷ്ണ ഗർഗ്. ബാലകൃഷ്ണ ഗർഗ്. നോക്കൂ മക്കളെ. റിംചിം റിംചിം വർഷ ആയി, धरती की सब प्यास बचाई, श्याम खड़ाएं खमन रही है, नदी नालियां उमड़ रही है, फरे हुए हैं ताल तलैयां, ബോന്തേം കർത്തിയും താത്താ ധയ്യ. നോക്കൂ, ഇത്രയും വരികളുടെ മീനിങ്സ് നോക്കിയിട്ട് അടുത്ത വരികളിലേക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത്? റിംചിം റിംചിം വർഷ ആയി. എന്താണ് റിംചിം എന്ന് വെച്ചാൽ? നമ്മുടെ ഇക്കായിയുടെ പേര് തന്നെ റിംചിം എന്നായിരുന്നു അല്ലേ? എന്താ റിംചിം എന്ന് വെച്ചാൽ? ചാറ്റൽ മഴ. ചാറ്റൽ മഴ. റിംചിം റിംചിം വർഷ ആയി. ചാറ്റൽ മഴയോടുകൂടി എന്ത് തുടങ്ങി? വർഷ, മഴ വരാൻ തുടങ്ങി. ധർത്തിക്ക് സബ് പ്യാസ് ബച്ചായി. ധർത്തിക്ക്, ഭൂമിയിലെ, സബ്, മുഴുവൻ, പ്യാസ് ബച്ചായി. പ്യാസ് മീൻസ് ദാഹം. ബാസ് ബച്ചായി മീൻസ് എന്താണ്? ബാസ് ബച്ചായി മീൻസ് ദാഹം ശമിപ്പിക്കുക, ദാഹം ശമിപ്പിച്ചു. അതായത് ജലത്തിനായി കാത്തിരുന്ന ജീവജാലങ്ങൾക്കെല്ലാം മഴ എന്ത് ചെയ്തു? ജലം നൽകി. ഓക്കെ, റിംചിം റിംചിം വർഷ ആയി, ധർത്തി കെ സബ് പ്യാസ് ബുझായി. ഓക്കെ, ധർത്തി കെ സബ് പ്യാസ് ബുझായി. അത് നോക്കൂ. ശ്യാമ ഖടായേം ഖമൺ രഹി ഹൈം. ശ്യാമ, ശ്യാമ മീൻസ് കറുത്തതെന്ന. ഖടായേം മേഘം. ശ്യാമ ഖടായേം, ശ്യാമ ഖടായേം എന്ന് വെച്ചാൽ കാർമേഘങ്ങൾ, കറുത്ത കാർമേഘങ്ങൾ. ഖുമൺ രഹി ഹൈം. മഴ വരുമ്പോൾ നമുക്കറിയാം മേഘങ്ങളൊക്കെ ഇരുണ്ട് കൂടാറുണ്ട് അല്ലേ? ഇരുണ്ട് കൂടി കറുത്ത കാർമേഘങ്ങൾ ഇങ്ങനെ വന്ന അന്തരീക്ഷത്തെ ഇരുട്ടിലേക്ക് ആഴ്ത്താറുണ്ട് അല്ലേ? അതായി പറഞ്ഞിരിക്കുന്നത്. ശ്യാമ ഖടായേം ഖുമൺ രഹി ഹൈം. എന്താ? കാർമേഘങ്ങൾ ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെയോ, നദീ നാലിയാം ഉമൺ രഹി ഹൈം. നദി, നദി എന്താ? നദി, നദികൾ. നാലിയാം, നാലിയാം മീൻസ് തോട്. ഓക്കെ, നാലിയാം തോടുകൾ. നദിയും തോടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉമൺ രഹി ഹൈം. ഉമൺ രഹി ഹൈം മീൻസ് നിറഞ്ഞു കഴിയുക. അതായത് മഴ പെയ്ത് തോടും നദിയും ഒക്കെ നന്നായിട്ട് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഫരേ ഹുയേ ഹൈം താല് തലയ്യ. ഫരേ ഹുയേ ഹൈം മീൻസ് നിറഞ്ഞു നിൽക്കുന്നു. എങ്ങനെ? ഫുൾ ഓഫ്. താലും തലയും കുളങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ തോടും നദിയും കുളവും ഒക്കെ മഴയത്ത് എന്ത് ചെയ്യുകയാണ്? നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. നോക്കൂ. ബൂന്തേം കർത്തിയും താത്താ ധയ്യ. ബൂന്തേം, ബൂന്തേം മീൻസ് മഴത്തുള്ളികൾ. മഴത്തുള്ളികൾ എന്ത് ചെയ്യുകയാണ്? താത്താ ധയ്യ, നൃത്തം ചെയ്യുകയാണ്. ഓക്കെ, താത്താ ധയ്യ. ആ മഴത്തുള്ളികളൊക്കെ ഈ ജലാശയങ്ങളിൽ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് നൃത്തം ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുന്നു? വീണുകൊണ്ടേ ഇരിക്കുന്നു. ആ ഇതിൽ നദിയും കുളവും തോടും ഒക്കെ എന്ത് ചെയ്യുന്നു? നിറഞ്ഞൊഴുകുന്നു. മേഢക് ഡർ ഡർ താൽ ലഗാത്തെ, ഝിങ്കൂർ ഝൻ ഝൻ ഝാഞ്ച് ബജാത്തെ, പപീഹ പീ പീ ഗീത് സുനാത്ത, മോർ മഗ്ന ഹോ നാച്ച് ദിഖാത്ത, യഹ് സംഗീത് ബഡാ സുഖദായി. റിംചിം റിംചിം വർഷ ആയി. നോക്കൂ കൂട്ടരെ. മേഢക്, മേഢക് എന്താ? ഫ്രോഗ്, തവള അല്ലേ? ഫ്രോഗ്. ഫ്രോഗ് എന്ത് ചെയ്യാണ്? ഡർ ഡർ താല് ലഗാത്തെ. താല് മീൻസ് എന്താ? കുളം. എങ്ങനെ? ഡർ ഡർ താല് ലഗാത്തെ. എവിടേക്ക് ചാടുകയാണ്? നമ്മുടെ താലിലേക്ക്, കുളത്തിലേക്ക് ചാടുകയാണ്. പിന്നെയോ, ഝിങ്കൂർ ഛൻ ഛൻ ഝാഞ്ച് ബജാത്തെ. ഝിങ്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീവീടെന്ന. ചീവീടില്ലേ? എപ്പോഴും കാത് തുളച്ചു കയറുന്ന ശബ്ദമാണല്ലേ ചീവീടിൻ്റേത്. ചീവീട് എന്ത് ചെയ്യുകയാണ്? ഛൻ ഛൻ എന്ന് ശബ്ദമുണ്ടാക്കി എന്ത് ചെയ്യുന്നു?
ഛാഞ്ച് ബജാത്തെ. ഛാഞ്ച് മീൻസ് കൈത്താളം, കൈമണി ഉണ്ടല്ലോ, കൈത്താളം മുഴക്കുകയാണ്. പപ്പീഹ പി പി ഗീത് സുനാത്ത. പപ്പീഹ, പപ്പീഹ മീൻസ് വേഴാമ്പൽ, മലമുഴക്കി വേഴാമ്പൽ അല്ലേ. നമ്മുടെ ബോൺഹിൽ അതാണ് പപ്പീഹ. പപ്പീത്തായല്ല, പപ്പീത്ത എന്താ, പപ്പായ ഫ്രൂട്ടാണ്, അതറിയാലോ. പപ്പീഹ, പപ്പീഹ മീൻസ് വേഴാമ്പൽ. പപ്പീഹ പി പി ഗീത് സുനാത്ത. പി പി എന്ന് ഗീത് സുനാത്ത, പാട്ട് പാടുന്നു. മോറ് മകൻ ഹോ മഗ്ന ഹോ നാച്ച് ദിഖാത്ത. എന്താ മോർ മീൻസ് പീക്കോക്ക്, മയിൽ എന്തേകാണ്, മകൻ ഹോ മുഴുകി നിൽക്കുകയാണ് എന്തില്, നാച്ച് ദിഖാത്ത നൃത്തം ചെയ്യുന്നതില് മുഴുകി നിൽക്കുന്നു. പിന്നെ നോക്കൂ, യഹ് സംഗീത് ബഡാ സുഖദായി. ഈ സംഗീതം ബഡാ സുഖദായി, വളരെ സുഖദായി മീൻസ് വളരെ സന്തോഷം തരുന്നതാണ്. നോക്കൂ, റിംചിം റിംചിം വർഷ ആയി. ചാറ്റൽ മഴയോടുകൂടി റിംചിം റിംചിം എന്ന് പറഞ്ഞിട്ട് എന്ത് വരികയാണ്, വർഷ, മഴ വരുന്നു. ഓക്കെ, കൂട്ടുകാർക്ക് കവിതയുടെ ആശയം മനസ്സിലായല്ലോ. ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. അപ്പോൾ അഭ്യാസത്തിലേക്ക് പോയാലോ കൂട്ടരെ. ഉചിത് സന്ദേശ് ജോഡെ പോസ്റ്റർ കി പൂർത്തി കരേ. ഒരു പോസ്റ്റർ വന്നിരിക്കുന്നത് കണ്ടല്ലോ, ഒരു വൃക്ഷത്തിൻ്റെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. അതിന് ഉചിതമായ സന്ദേശം ചേർത്ത് ആ പോസ്റ്റർ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്ററിൽ എഴുതാനുള്ള വാക്യവും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് അതിന് ഉചിതമായത് തിരഞ്ഞെടുത്താൽ മാത്രം മതി. നോക്കിക്കോളൂ. പേട് ലഗായേം ഹരിയാലി ഫൈലായേം. പേട് ലഗായേം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കൂ. ഹരിയാലി ഫൈലായേം പച്ചപ്പ് ഉണ്ടാക്കൂ. അടുത്തത് പാനി അമൂല്യ ഹേ. ജലം അമൂല്യമാണ്. ജൽ ജീവൻ കാ ആധാർ ഹേ. ജലം ജീവൻ കാ ആധാർ ഹേ, ജീവിതത്തിന് അല്ലെങ്കിൽ ജീവന് അടിസ്ഥാനമാണ്. ഓക്കെ, പേട് ലഗായേം ഹരിയാലി ഫൈലായേം. പാനി അമൂല്യ ഹേ, ജൽ ജീവൻ കാ ആധാർ ഹേ. അപ്പോൾ ഇവിടെ ഈ പോസ്റ്ററിന് ഉചിതമായ സെൻറ്റൻസ് ഏതാണ്? ആദ്യം തന്നിരിക്കുന്നത് അല്ലേ. പേട് ലഗായേം ഹരിയാലി ഫൈലായേം. പേട് ലഗായേം ഹരിയാലി ഫൈലായേം, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, പച്ചപ്പ് ഉണ്ടാക്കുക അല്ലേ. അടുത്ത പ്രവർത്തനം നോക്കൂ കൂട്ടരെ. സഹി മിലാൻ കരേം ഓർ ലിഖേം. സഹി മിലാൻ കരേം, ശരിയായത് ചേർക്കുക, യോജിപ്പിക്കുക. ഓർ ലിഖേം എന്നിട്ട് എഴുതുക. നോക്കൂ, വൺ സൈഡിൽ റിംചിം റിംചിം ധർത്തിക്ക് ശ്യാമ ഖടായേം നദീ നാലിയാം താല് തലയാം. സെക്കൻഡ് സൈഡിലോ ഖുമഡ് രഹി ഹൈ ഫരേ ഹുയേ ഹൈ വർഷ ആയി പ്യാസ് ബുझായി ഉമഡ് രഹി ഹൈ. ഓക്കെ, ഇനി ഉചിതമായത് വരച്ച് ചേർക്കണം. വരച്ച് ചേർത്താൽ മാത്രം പോരാ. ഓർ ലിഖേം, എഴുതുക. എക്സാമ്പിൾ താഴെ തന്നിട്ടുണ്ട്. റിംചിം റിംചിം വർഷ ആയി. ഓക്കെ, റിംചിം റിംചിം വർഷ ആയി എന്ന് തന്നിട്ടുണ്ട്. അവിടെ നോക്കൂ, ധർത്തിക്ക് പ്യാസ് ബുझായി. ധർത്തിക്ക് പ്യാസ് ബുझായി, ഭൂമിയുടെ ദാഹം മാറ്റി. ശ്യാമ ഖടായേം, കാർമേഘങ്ങൾ എന്ത് ചെയ്തു? ഖുമൻ രഹി ഹൈം, ഉരുണ്ടുകൂടി. ശ്യാമ ഖടായേം ഖുമൻ രഹി ഹൈം. പാഠപുസ്തകം വായിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ വരികൾ കിട്ടും അല്ലേ. നോക്കൂ, അടുത്ത് നോക്കൂ. നദീ നാലിയാം, നദിയും കുളമൊക്കെ, നാലിയാം തോട്, നദിയും തോടുമൊക്കെ എന്ത് ചെയ്തു? ഉമഡ് രഹി ഹൈം, നിറഞ്ഞൊഴുകി. പിന്നെയോ താല് തലയ്യാം ഫരേ ഹുയേ ഹൈം. താല് തലയ്യ, കുളങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞു. ഫരേ ഹുയേ ഹൈം. ഓക്കെ, ഒരിക്കൽ കൂടി. റിംചിം റിംചിം വർഷ ആയി, ധർത്തിക്ക് പ്യാസ് ബുझായി, ശ്യാമ ഖടായേം ഖുമഡ് രഹി ഹൈം, നദീ നാലിയാം ഉമഡ് രഹി ഹൈം, താല് തലയ്യാം ഫരേ ഹുയേ ഹൈം. ക്ലിയർ ആണല്ലോ. അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കൂ. മൻ പസന്ത് പങ്ക്തിയാം കോൻ കോൻ സി ഹൈം. ലിഖേം. മൻ പസന്ത്, മനസ്സിനിഷ്ടപ്പെട്ട, പങ്ക്തിയാം ലൈൻസ്, വരികൾ, കോൻ കോൻ സി ഹൈം, ഏതെല്ലാമാണ്. അതായത് വർഷ ആയി എന്ന കവിതയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് എഴുതുക. ഓക്കെ, ഓരോ കൂട്ടുകാർക്കും വ്യത്യസ്തമായ വരികളായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട, നിങ്ങളുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് എഴുതുക. അടുത്ത പ്രവർത്തനം നോക്കൂ.
ആവാസ് പഹചാനേം ഓർ ലിഖേം. ആവാസ് മീൻസ് സൗണ്ട്. ആവാസ് പഹചാനേം ശബ്ദങ്ങൾ മനസ്സിലാക്കുക, ഓർ ലിഖേം എന്നിട്ട് എഴുതുക. നോക്കൂ, 3 ഭാഗത്താണ് ബോക്സ് തന്നിരിക്കുന്നത് അല്ലേ. ആദ്യം എന്താ, വർഷ ആയി. മഴയുടെ സൗണ്ട് എങ്ങനെയായിരുന്നു വന്നത്? റിംചിം റിംചിം. അവിടെ എന്തെഴുതാം? റിംചിം റിംചിം. ഇനി മേണ്ടക്കിൻ്റെ ഭാഗത്ത് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. പിന്നെയോ ചീവീടിന് എന്താ പറയുന്നത്? ചിങ്കൂറിൻ്റെ ഭാഗത്തും ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ മേണ്ടക്കിൻ്റെ സൗണ്ട് എങ്ങനെയായിരുന്നു? മേണ്ടക്ക് ഡർ ഡർ. മേടക്ക് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കിയേ? ഡർ ഡർ. ഇനി ചിങ്കൂറിൻ്റെ സൗണ്ട് എങ്ങനെയായിരുന്നു? ഛൻ ഛൻ. ഓക്കെ. അപ്പോൾ ബാദൽ അല്ലെങ്കിൽ വർഷ എങ്ങനെയായിരുന്നു? റിംചിം റിംചിം. മേടക്കോ? ഡർ ഡർ. പിന്നെയോ ചിങ്കൂർ ഛൻ ഛൻ. ക്ലിയർ ആണല്ലോ. അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കൂ. കവിതാസേ കവിതയിൽ നിന്ന് തുക്കാന്ത് ശബ്ദ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേം. തുക്കാന്ത് ശബ്ദത്തെ എന്ത് ചെയ്യുക? ചുൻകർ ലിഖേം തിരഞ്ഞെടുത്ത് എഴുതുക. ജയ്സെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. റിംചിം റിംചിം വർഷ ആയി ധർത്തി കി സബ് പ്യാസ് ബുझായി. ഓക്കെ. റിംചിം റിംചിം വർഷ ആയി ധർത്തി കി സബ് പ്യാസ് ബുझായി. ഇതുപോലെയുള്ള തുക്കാന്ത് ശബ്ദം വരുന്ന വരികളെ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാ തുക്കാന്ത് ശബ്ദം വരുന്ന വരികൾ? തുക്കാന്ത് ശബ്ദം വരുന്ന വരികൾ അറിയണമെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് തുക്കം എന്നറിയണം അല്ലേ. എന്താണ് തുക്കാന്ത് ശബ്ദം എന്നറിയണം. മറ്റൊന്നുമല്ല, പദ്യത്തിൻ്റെ വരിയിലെ അവസാനത്തെ അക്ഷരങ്ങൾ നോക്കാം. പദ്യത്തിൻ്റെയോ കവിതയുടെയോ 2 വരികളിലെ അവസാന അക്ഷരങ്ങൾ ഒരുപോലെ ആയിരിക്കും. ഇവിടെ നോക്കിയേ, രംചിം രംചിം വർഷ ആയി. രണ്ടാമത്തെ വരി ധർത്തി കി സബ് പ്യാസ് ബുझായി. ആയി ഝായി അങ്ങനെയല്ലേ വന്നേക്കുന്നത്. 2 വാക്കുകകളും ഒരു സാമ്യതയില്ലേ. ആ സാമ്യതയാണ് തുക്കാന്തം എന്ന് പറയുന്നത്. ഓക്കെ. പദ്യത്തിൻ്റെയോ കവിതയുടെയോ ഒക്കെ 2 വരികളിലെ അവസാന അക്ഷരങ്ങളുടെ സാമ്യത. ഓക്കെ. അവസാന അക്ഷരങ്ങളുടെ സാമ്യതയാണ് തുക്കാന്ത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി തുക്കാന്ത് ശബ്ദം വരുന്ന വരികൾ കണ്ടുപിടിക്കാമല്ലോ. മേണ്ഡക് ഡർ ഡർ താല് ലഗാത്തേ ചിങ്കൂർ ഛൻ ഛൻ ഛാഞ്ച് ബജാത്തേ. ഓക്കെ. ലഗാത്തേ ബജാത്തേ 2 വരികളുടെ അവസാനം തേയിൽ അവസാനിച്ചത് തുക്കാന്ത് ശബ്ദമായല്ലോ. ഓക്കെ. അവിടെ നോക്കിക്കോളൂ. പപീഹ പി പി ഗീത് സുനാത്ത മോർ മകൻ ഹോ നാച്ച് ദിഖാത്ത. സുനാത്ത ദിഖാത്ത 2ഉം തായിൽ അവസാനിച്ചത്. അടുത്ത തുക്കാന്ത് വരികളായില്ലേ, തുക്കാന്ത് ശബ്ദമായില്ലേ. ഓക്കെ. അടുത്ത് നോക്കൂ. യഹ് സംഗീത് ബഡാ സുഖദായി റിംചിം റിംചിം വർഷ ആയി. സുഖദായി വർഷ ആയി. ഈ എന്ന തുക്കാന്ത് ശബ്ദത്തില അവസാനിച്ചത്. അത് മാത്രമല്ല അല്ലേ, ശ്യാമഘടായും ഖുമൺ രഹി ഹൈം നദീ നാലിയാം ഉമൺ രഹി ഹൈം, അതും ഹൈമിൽ അവസാനിക്കുന്നത്. അതായത് 2 വരികൾ, അടുത്തടുത്തുള്ള വരികൾ 2ഉം തുക്കാന്ത ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് 3 തുക്കാന്ത ശബ്ദം വരുന്ന വരികൾ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? മേഡക് ഡർ ഡർ താല് ലഗാത്തേ ചിങ്കൂർ ഛൻ ഛൻ ഛാഞ്ചു ബജാത്തേ. പപീഹ പി പി ഗീത് സുനാത്ത മോർ മകൻ ഹോ നാച്ച് ദിഖാത്ത. യഹ് സംഗീത് ബഡാ സുഖദായി റിംചിം റിംചിം വർഷ ആയി. ക്ലിയർ അല്ലേ? കൂട്ടുകാർക്ക് തുക്കാന്ത ശബ്ദം എന്താണെന്നും ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോയാലോ. ചിത്ര ദേഖോ വാക്യ പഠേം. ചിത്ര ദേഖേ വാക്യ പഠേം. ചിത്രം നോക്കൂ, വാക്യ പഠേം സെന്റൻസുകൾ നോക്കൂ. താലാബ് മേം പാനി നഹീം ഹേ. അവിടെ ഒരു താലാബുണ്ട്, ഒരു കുളമുണ്ട്. പക്ഷേ താലാബ് മേം പാനി നഹീം ഹേ, അവിടെ എന്തില്ല? പാനി വാട്ടർ, വെള്ളമില്ല. ആ കുളം വറ്റി കിടക്കുകയാണ്, അതിൽ വെള്ളമില്ല. ഇനി അടുത്ത് നോക്കൂ. പേട് പർ പത്തേ നഹീം ഹേ. പേട് പർ പത്തേ നഹീം ഹൈ. നോക്കൂ, അവിടെ ഒരു പേടുണ്ട്, ഒരു മരത്തിൻ്റെ പിക്ചറുണ്ട്. പക്ഷേ പേട് പർ മരത്തിൽ പത്തേ നഹീം ഹൈ. പത്തേ മീൻസ് ലീവ്സ്. പത്തേ ഇലകൾ, ഇലകൾ ഇല്ല. നഹീം ഹൈ ഇലകളില്ല. അവിടെ കുളമുണ്ട്, പക്ഷേ കുളത്തിൽ വെള്ളമില്ല. അവിടെ മരത്തിൽ ഇലകളില്ല. ഓക്കെ. അടുത്ത വരി എന്താ? അടുത്ത സെൻറ്റൻസ് പൗധേ പർ ഫൂൽ നഹീ ഹൈ. പൗധേ മീൻസ് ചെടി. ഇവിടെ ചെടികളുടെ പിക്ചറുണ്ട്, പക്ഷേ പൗധേ പർ ചെടിയിൽ ഫൂൽ നഹീം ഹൈ. ഫൂൽ മീൻസ് ഫ്ലവർ, പൂക്കൾ. ഫൂൽ നഹീം ഹൈ
പൂക്കളില്ല. ഓക്കെ, താലാബ് മേ മച്ഛലി ഓർ മേണ്ടക് നഹീ ഹൈ. താലാബിലെ കുളത്തില് മച്ഛലി ഫിഷ് ഓർ ഫിഷോ അല്ലെങ്കിൽ മീനും, മേണ്ടക് ഫ്രോഗും, നഹീം ഹൈം ഇല്ല. ഓക്കെ, 4 സെന്റൻസാണ് തന്നിരിക്കുന്നത്. താലാബ് മേം പാനി നഹീ ഹൈം, താലാബിലെ കുളത്തിൽ വെള്ളമില്ല. പേട് പർ പത്തേ നഹീ ഹൈം, മരത്തിൽ ഇലകളില്ല. പൗധേ പർ ഫൂൽ നഹീ ഹൈം, ചെടിയിൽ പൂക്കളില്ല. താലാബ് മേം മച്ഛലി ഓർ മേണ്ടക് നഹീ ഹൈം, കുളത്തിൽ മീനോ തവളയോ ഇല്ല. ഓക്കെ, ഇനി അടുത്ത പിക്ചർ നോക്കിക്കേ. ചിത്ര ദേഖേം വാക്യ ബനായേം. അടുത്ത ചിത്രം നോക്കുക, വാക്യം എഴുതുക. മുകളിൽ തന്നിരിക്കുന്ന ചിത്രത്തില് വെള്ളവും മീനും പൂക്കളും ഒന്നും ഇല്ല എങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? താലാബുമേം പാനി ഹൈ, താലാബുമേം പാനി ഹൈ, താലാബിലെ കുളത്തില് വെള്ളമുണ്ട്. പേട് പർ പത്തേ ഹൈം, പേട് പർ പത്തേ ഹൈം, വൃക്ഷത്തിൽ അല്ലെങ്കിൽ മരത്തിൽ പത്തേ ലീവ്സ് ഹൈം ഉണ്ട്, മരത്തിൽ ഇലകളുണ്ട്. പൗധേ പർ ഫൂൽ ഹൈം, പൗധേ പർ ഫൂൽ ഹൈം, ചെടികളിൽ പൂക്കളുണ്ട്. താലാബ് മേം മച്ഛലി ഓർ മേണ്ടക് ഹൈം, താലാബ് മേം കുളത്തിൽ, മച്ഛലി ഓർ മീനും, മേണ്ടക് ഹൈം തവളയും ഉണ്ട്. ഓക്കെ, എഴുതാൻ സാധിക്കില്ലേ കൂട്ടുകാർക്ക്? അടുത്ത പ്രവർത്തനം നോക്കൂ കൂട്ടരെ. രംഗ് ദേം പഹചാനേം ലിഖേം. നിറം കൊടുക്കുക, മനസ്സിലാക്കുക, എഴുതുക. ഓക്കെ, അവിടുത്തെ ഫ്ലവേഴ്സിനും ഫൂലിനും, തിത്തലി ബട്ടർഫ്ലൈക്കും, മച്ഛലിയാം മത്സ്യങ്ങൾക്കും, ആമ മാംഗോയ്ക്കും, ചിടിയാം ബേർഡ്സിനൊക്കെ എന്ത് ചെയ്യുക? കളർ കൊടുക്കുക. കളർ കൊടുത്തിട്ട് അതിന് നമ്പർ എഴുതണം. ചിടിയാം എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക, കൗണ്ട് ചെയ്ത് എഴുതുക. ആം മാംഗോ എത്ര ഉണ്ടെന്ന് എഴുതുക. മച്ഛലിയാം ഫിഷ് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക. ഫൂൽ എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക. തിത്തലിയാം എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക. ഇവിടെ നമ്പർ തന്നിട്ടുണ്ട്, 6, 7, 8, 9, 10. ഇനി ഇവയെ ഹിന്ദിയിൽ എന്ത് പറയുമെന്ന് എഴുതേണ്ടേ? 6 ഛഹ്, 7 സാത്, 8 ആठ, 9 नौ, 10 10. ഓക്കെ, 6, 7, 8, 9, 10. 5 വരെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 10 വരെ പറഞ്ഞേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എൻ്റെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.